Được. Không địa chỉ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിന്റെ ഡേ 3 ആണ്. ഞങ്ങൾ ഇന്ന് പട്ടായയിലെ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് ബാങ്കോക്കിലേക്ക് പോവാ. ഫസ്റ്റ് നമ്മൾ പോണത് സഫാരി വേൾഡിലേക്കാണ്. ഇന്ന് പതിവുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഞങ്ങൾ ഗൈഡ് വരുന്നതിന് മുമ്പ് തന്നെ ചെക്കൗട്ട് ചെയ്തിട്ട് താഴെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇന്ന് നമുക്ക് ബാങ്കോക്കിലേക്ക് 2 hours ജേണി ഉണ്ട്. ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. നമുക്ക് ഏജൻസിയിൽ നിന്ന് തന്ന നമ്മുടെ ഗൈഡ് തന്നെയാണ് നമുക്ക് ക്യൂ നിന്നിട്ട് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. സഫാരി വേൾഡിലേക്കുള്ള എൻട്രി ടിക്കറ്റും പിന്നെ നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ ഫുഡും നമുക്ക് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. 12:30 buffet in Marine. Where? Well, restaurant buffet. Okay. This half. വെള്ളം, സ്നാക്സ്, ഫുഡ് ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല. നമ്മൾ കയറുന്നതിന് മുന്നേ എല്ലാവരും ചെക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് വിടുകയുള്ളൂ. നമുക്ക് സഫാരി വേൾഡിൻ്റെ ഒരു ഐഡിയ കിട്ടാനായിട്ട് ഇങ്ങനെ ഒരു മാപ്പ് അവർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്ര നോക്കിയിട്ടും എനിക്ക് അതൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. അവസാനം ചോദിച്ചായിരുന്നു ഞങ്ങൾ എല്ലായിടത്തും പോയിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഈ ഒരു 1 day പാസിൻ്റെ അകത്ത് 7 ഷോ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ 3 കണ്ടുള്ളൂ. നമുക്കങ്ങനെ എല്ലാം കാണാനുള്ള ടൈമും കാര്യങ്ങളും ഒന്നും കിട്ടില്ല. സഫാരി വേൾഡിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ അനിമൽസും ബേർഡ്സും ഉണ്ട്. നമുക്കിതിനെ ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ലവണ്ടൈറ്റിക്കാണ് ഓർങ്കൂട്ടൻ എന്നാണ് വിചാരിക്കുന്നു പേര്, പ്രൊനൗൺസിയേഷൻ. അപ്പൊ അതിന്റെ കൂടെ ലവണ്ടൈറ്റിക്ക. ഇപ്പൊ നമ്മൾ ബേർഡ്സിന്റെ ഒക്കെ ഉള്ള ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ ഓർങ്കൂട്ടന്റെ കൂടെ, വിശാഖ ബേർഡ്സിന്റെ കൂടെ. കൃഷ്ണ ഇതിനെയാണ്ട് ഓക്കെ. ഈഗിളൊന്നും കാണുന്ന പോലെ അല്ല സാധനം, നല്ല വെയിറ്റാ. കായലിൽ വന്നിരിക്കുമ്പോഴൊരു നല്ല ബലം കൊടുക്കേണ്ടി വരും. നീ ഓർങ്കൂട്ടൻ. ഗൈസ്, മലമ്പാമ്പ് പിണങ്ങിക്കിടക്കുക. മലമ്പാമ്പിന്റെ വാല് മാത്രമേ നമുക്കതുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. എനിക്ക് ഈ സീൻ കണ്ടപ്പോൾ വിഷ്ണുവിനും ബിനോ ചേട്ടനും ഒക്കെ ഇരുന്ന് വർത്താനം പറയണ പോലെയാണ് ഗൈസ് തോന്നിയത്. എല്ലാത്തിൻ്റെ ഷോർട്ട് ടൈം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളിതേ എലിഫന്റ് ഷോ കാണാനായിട്ട് പോവാ. ഇവിടെ അൺസഹിക്കബിൾ ആയിട്ടുള്ള ചൂടായിരുന്നു. നോക്കിയപ്പോൾ എല്ലാവരുടെയും കയ്യിലൊരു വിശറി ഉണ്ടായിരുന്നു. ഞാനും മേടിച്ചു. 100 തായ് ബാത്താണ് അതിനായിട്ടുണ്ടായിരുന്നത്.
എലിഫന്റ് ഷോയിൽ കുറേ അധ്വാനിച്ച് ജീവിക്കുന്ന ആനകളെ കാണാൻ പറ്റി. ഇതിൽ ഈ ആന വരച്ച പടം അവർ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര തായ്ബാത്താന്ന് ഞാൻ മറന്നുപോയി. ഗൈസ്, ഇപ്പം നമ്മൾ എലിഫന്റ് ഷോ കഴിഞ്ഞ് ഉറങ്ങോട്ടൻ്റെ അവിടെ ഫോട്ടോഷൂട്ടിനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി കുറേ നേരം ഇറങ്ങി നടക്കണം. പക്ഷെ കറങ്ങി പിന്നെയും വന്നിടത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുക. നോ ഐഡിയ. ഇതിൻ്റെ ഉള്ളിൽ മാപ്പ് നോക്കിയിട്ട് ഒന്നും മനസ്സിലാവണില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ല ഗൈസ്, ഒട്ടും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറച്ച് പാടാ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര സെൻറ്റൻസ് ആക്കി ഒന്നും പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞെങ്കിൽ ഫിനിഷ് എന്ന് പറയുക. ഇപ്പം നമ്മൾ ഡ്രൈവറെ വിളിക്കണമെന്നുണ്ടെങ്കിൽ കം ഫിനിഷ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും പറയണ്ട. Bí tá lấy bí này Cam mẹ đi nhìn Kiss Cướp Up hả thầy khu đó Dick Smile Diêm Ok come here chào contact Kiss song Cướp Bye God đúng không ác đòn kiếm cam cướp chưa ok stand up please pose yes smile kiss hand hug I love you okay thank you kapun krap അങ്ങനെ ഞാൻ ഉറങ്കൂട്ടൻ്റെ കൂടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഉറങ്കൂട്ടൻ ആൾ അത്ര ശരിയല്ല, എന്നാലും ഓക്കെ പാവം. എന്നാ ചെയ്ത് ഉറങ്ങൂട്ടൻ കുറെ ഉമ്മയൊക്കെ തന്ന് അവിടെ ഇവിടെയൊക്കെ പിടിക്കാൻ നോക്കിയത് ഞാൻ സമ്മതിച്ചില്ല. ഉറങ്ങൂട്ടനാണല്ലോ പക്ഷെ പേടിച്ചത്. ഇപ്പോ റെസ്റ്റോറന്റ് തപ്പി നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് എല്ലാ ഡേയ്സും ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററിയും അതുപോലെ ഡേ 2ലും ഡേ 3ലും നമുക്ക് ലഞ്ചും ഇൻക്ലൂഡഡ് ആയിരുന്നു പാക്കേജിൽ. അപ്പൊ നമ്മളിപ്പോ റെസ്റ്റോറന്റ് തപ്പി നടന്നുകൊണ്ടിരിക്കുക. ഫുഡ് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇന്നലത്തെ ഫുഡ് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഇന്നത്തെ ഫുഡ്
ഇങ്ങനെ കൊള്ളാത്ത ഫുഡായിരുന്നു. ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴേക്കും ഡോൾഫിൻ ഷോ തുടങ്ങാറായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര ചൂടാ. ഏതാത്? ഹിപ്പോപ്പൊട്ടാമസിനെ പോലെ ഒരു മീൻ. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. ഗൈസ്, ഇതാണ് സ്കൈ വാർ ഷോ.
എവിടെ ചെന്നാലും മിക്സ് ആവുന്നതാണ് ഇത് എന്റെ സങ്കടം. അങ്ങനെ സഫാരി വേൾഡ് ഷോയും കണ്ട് നടന്നിറങ്ങിയപ്പോഴേക്കും ഭയങ്കര ടയേർഡായി. ഇനി നമ്മൾ ഡ്രൈവറെ വിളിക്കണം. അപ്പോൾ പുള്ളി വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്യും. ഞാൻ വിചാരിച്ചത് വീട്ടിൽ പോവാന്നാണ്, പക്ഷെ അല്ല. ഇനി ഓപ്പൺ ഏരിയയിൽ കുറച്ച് അനിമൽസിനെ എല്ലാം ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് കാറിലിരുന്ന് ഡ്രൈവ് ത്രൂ പോലെ കാണാം. കാനഡയിലെ ആഫ്രിക്കൻ ലയൺ സഫാരി ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ഡക്ക്. ജോത്സ്യം പറഞ്ഞത് പോയ പോലെ തന്നെ തിരിച്ചു വരുന്നു. നല്ല ടയേർഡായിരുന്നത് കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ വിഷ്ണുവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോത്തുപോലെ കിടന്നുറങ്ങി ഗൈസ്. അങ്ങനെ എല്ലാ സൈറ്റ് സീയും കഴിഞ്ഞ് നമ്മൾ ബാങ്കോക്കിലെ നമ്മുടെ ഹോട്ടലിലെത്തി. പട്ടായയിലെ നമ്മുടെ ഹോട്ടൽ എല്ലാ അട്രാക്ഷൻ്റെ അടുത്ത് തന്നെയായിരുന്നു. പക്ഷേ ഇവിടുത്തെ ബാങ്കോക്കിലെ കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടായിരുന്നു. അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കൊച്ചു റൂമായിരുന്നു. എനിക്ക് റൂം ഇഷ്ടപ്പെട്ടു. ഒരു കുഴപ്പവും കംപ്ലയിൻസും കാര്യങ്ങളും ഒന്നും പറയാനില്ല. നല്ല നീറ്റായിരുന്നു, നല്ല ക്ലീൻ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.